വ്യത്യസ്തമായ ഒരു ഫാമിലിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ആതുര സേവന രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരു കുടുംബമാണ് ബോബി പുളിമുട്ടിൽ. അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയാണ്. ബഹ്റൈനിൽ കുറേ വർഷങ്ങളായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല വ്യക്തിത്വം കൂടിയാണ്. അപ്പോൾ കുറച്ച് സമയം ബോബി പുളിമുട്ടിന്റെ ഫാമിലിയുമായി നമുക്ക് ചിലവഴിക്കാം. നമസ്കാരം മിസ്റ്റർ ബോബി പുളിമുട്ടിൽ. പുളിമുട്ടിൽ എന്ന് പറയുന്നത് വീട്ടുപേരാണോ? വീട്ടുപേരാണ്. ഇവിടെ ഇപ്പൊ വന്നിട്ട് എത്ര വർഷമായി? ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 2020 ജൂലൈയിലാണ് ഇവിടെ എത്തുന്നത്. 2020 കൊറോണ ഉള്ള സമയത്താണ് എത്തുന്നത്. ഇപ്പം 4 കൊല്ലം. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്, ഞാൻ നേഴ്സാണ്. നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഹിസ് മജസ്റ്റിയുടെ ഒരു മെഡിക്കൽ ടീമിന്റെ നേഴ്സായിട്ട് വർക്ക് ചെയ്യും. ഓ ശരി, ഗുഡ്. എന്താണ് പേരെന്താണ്? ജൂലി. ജൂലി നഴ്സ് തന്നെയാണ് അല്ലെ? കുടുംബത്തോടെ രണ്ടുപേരും നഴ്സുമാരാണ് അല്ലെ? ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്? സൽമാനിയ ഹോസ്പിറ്റലാണ്. ഓക്കെ. എന്താണ് മോളുടെ പേര്? ഹലോ, എന്താ പേര്? അക്കു. വീട്ടിൽ വിളിക്കുന്നത് അക്കു. എന്താ ഒറിജിനൽ പേര് എന്താണ്? നിക്സ മറിയം ബോബി. നിക്സ മറിയം ബോബി. നിക്സ മറിയാൻ പോയി, അങ്ങനെയാണോ? ഓക്കെ. എന്താ മോളെ പേരെന്താ? എങ്ങനെ? നൈസ അന്ന ബോബി. രണ്ടുപേരുടെയും വ്യത്യസ്തമായ പേരുകളാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ജൂലിയുടെ അമ്മയാണ്. അമ്മ ഇവിടെ കുറെ നാളായോ അതോ ഇപ്പൊ? 3 വർഷമായി ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ശരി ശരി. അപ്പോ ബോബിയുടെ കുറെ വ്യത്യസ്തമായ കഴിവുകളുണ്ട്. അതിലോട്ടാണ് നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് അല്ലെ? ബോബി എന്ന് പറയുന്ന ഒരു നേഴ്സാണെങ്കിലും അത്യാവശ്യം എഴുതാൻ കഴിവുള്ള ഒരാളാണ് അല്ലെ? നിഷേധിക്കാൻ പറ്റില്ല. എഴുതാൻ കഴിവ് കാര്യമായിട്ടില്ല, എന്നാലും ചെറുതായിട്ട് എഴുതാറുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കരോൾ ഗാനം എഴുതി അത് പാട്ടിലൂടെ ലോകത്തുള്ള എല്ലാ പേരുടെയും കാതുകളിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വളരെ അന്തസ്സോട് കൂടി പറയാനുള്ള ഒരു കാര്യം പറയുന്നത് അല്ലെ? അതിനുള്ളൊരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ആക്ച്വലി ഞാന് അങ്ങനെ വലിയൊരു പാട്ടോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കുടുംബത്തിലോ അങ്ങനെ ആരും ഒരു ഹിസ്റ്ററി ആയിട്ട് പറയാനായിട്ടില്ല. പിന്നെ പാട്ട് കേൾക്കാറുണ്ട്. അതും കൂടുതൽ കേൾക്കുന്നത് നമ്മള് വണ്ടി ഓടിച്ചു പോകുമ്പോഴുള്ള അതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് പാട്ടിനായിട്ട് കുറച്ച് സമയം കണ്ടെത്താറില്ല. പിന്നെ ഒരു ആഗ്രഹമാണ് ഒരു സോങ് ചെയ്യുക എന്നുള്ളത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ ആകുമ്പോൾ നമ്മൾ ഈ സമയത്ത് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് അതിന്റെ ഒരു വൈബ് വേറെയാണ്. കാരണം അപ്പൊ ഞാന് ഇതിനുവേണ്ടി ഒത്തിരി നാളൊന്നും ഇരുന്നിട്ടില്ല സത്യത്തിൽ. ഏകദേശം ഒരു 2 മാസം മുമ്പ്. അതും എനിക്ക് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊരു 10-18 സുഹൃത്തുക്കൾ ഒരുമിച്ചായിരുന്നു എപ്പോഴും എല്ലാ കാര്യത്തിലും. അതിലെ ഒരു സുഹൃത്ത് ഇപ്പൊ ഇവിടെ ഉണ്ട്, ബഹറിലുണ്ട്. പുള്ളിയുടെ പേര് അജിത് കുരുവിള എന്നാണ്. ഞങ്ങളെ വിളിക്കുന്നത് എബ്രഹാം എന്നാണ്. അപ്പം അദ്ദേഹത്തിന് വീക്കെൻഡിലൊക്കെ ചിലപ്പം ഞാൻ എന്റെ വീട്ടിൽ വരാറുണ്ട്, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പം അപ്പം ഞാൻ ചെറിയ ടിക്ടോക്കും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഇതിനിടയ്ക്ക് ഈ പാട്ടിന് മുമ്പായിട്ടൊരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതും ഒറ്റ ദിവസത്തെ അത് നമ്മുടെ ചൂടിന്റെ ഒരു സമയത്ത്, ചൂട് എന്നാണ് ആ ഷോർട്ട് ഫിലിമിന്റെ പേര്. അത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഇറക്കിയ ഒരു പരിപാടിയാണ്. പക്ഷെ അത് നല്ല ഒരു റിവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെല്ലാം നമുക്കൊരു പിന്തുണ തരുന്നത് ഈ അജിത്ത് എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ അജിത്ത് പറയും, ഇവിടെ നമുക്കത് ചെയ്യാം എന്ന് പറയും. അപ്പൊ ആ ഷോർട്ട് ഫിലിമിൽ അജിത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സോങ്ങിന്റെ കാര്യവും സംസാരിക്കുന്നത്, അപ്പം നമ്മളിപ്പം ക്രിസ്മസിന്റെ ഡിസംബറിന് നവംബർ ഒക്ടോബർ മാസത്തിൽ ഞാൻ അവൻ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ എടാ നമുക്കൊരു സോങ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞപ്പം ശരിയാടാ എഴുതടാ, നീ എഴുത്, നിനക്കത് പറ്റും, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അപ്പൊ ഞാൻ ഡ്യൂട്ടിക്കിടയിൽ ജസ്റ്റ് നമ്മൾ വണ്ടി ഓടി പോകുമ്പം എന്തെങ്കിലും മൈൻഡിൽ ഒരു ട്യൂൺ കിട്ടുമ്പോൾ എനിക്കൊരു വാട്സാപ്പ് ഉണ്ട്, സെക്കൻഡ് വാട്സാപ്പ്. അതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ഓട്ടത്തില് അതിന്ന് പാടിയിട്ടേക്കും. അങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ കുറച്ച് എഴുതും. എഴുതി അതിനെ ഇങ്ങനെ പാടി നോക്കും. സ്വന്തമായിട്ട് ടേബിളിൽ പൊട്ടിപ്പാടി നോക്കി അങ്ങനെ ഒരു ട്യൂൺ മനസ്സിൽ വന്നു. പിന്നെ എന്റെ പേടി ഇത്, ഞാൻ ഒത്തിരി പാട്ടുകൾ അങ്ങനെ കേൾക്കാറില്ലെന്ന് പറഞ്ഞു. ഇത് വേറെ ആരെങ്കിലും ഉള്ള ട്യൂൺ ആണോ എന്നൊരു പേടിയുണ്ട്.
ഇന്നലെ തന്നെ ഞാനിങ്ങനെ പൊട്ടി പാടി പാടി. പക്ഷെ എൻ്റെ മൈൻഡിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇപ്പം ക്രിസ്മസ് റിലേറ്റഡ് ആകുമ്പോൾ ഉണ്ണിയേശുവിന്റെ തിരുജനനം അതാണ് എൻ്റെ മൈൻഡിലുള്ളത്. അപ്പം സാധാരണ ഒരു പാട്ടെന്ന് പറയുമ്പോൾ 3 മിനിറ്റ് അല്ലെ 3.5 മിനിറ്റ് ഒക്കെ വരും. അപ്പൊ ഞാനിത് എഴുതി വന്നപ്പോ ഇതൊരു 2 പേജുണ്ട്. ഇതെങ്ങനെ പാടി ഒപ്പിക്കും? ഇത്രയൊക്കെ ഒരു പാട്ട് ആൾക്കാർ കേൾക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. അങ്ങനെ എന്തായാലും എഴുതി ട്യൂണിട്ട് കഴിഞ്ഞിട്ട് സുഹൃത്തായിട്ടുള്ള അജിത്തിന്റെ അടുത്ത് ഞാനൊരു ദിവസം അവൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് അവന്റെ അടുത്ത് ചെന്ന് പാടി ജസ്റ്റ് ഞാൻ പാടി കേൾപ്പിച്ചു. അവൻ പറഞ്ഞു, എടാ ഇത് കുഴപ്പമില്ല, കേൾക്കാനും വരികളൊക്കെ രസമുണ്ട്, നീ ഇത് ഇച്ചിരൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യ് എന്ന് പറയും. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് വൈഫിനെയും